ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. ശലോമോന് ലഭിക്കുന്ന ഉപദേശത്തിൽ ഈ അധ്യായങ്ങളിൽ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെയും നീതിമാന്റെ ജീവിതത്തെയും സത്യസന്ധതയുടെ മൂല്യത്തെയും ദൈവാലയത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുമാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ലോകം സ്വന്തം കഴിവുകൾക്ക് മുൻഗണന നൽകുമ്പോൾ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നടക്കുവാനായി ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദൈവീക ജ്ഞാനം ഏവർക്കും ലഭ്യമാകുന്ന ഒന്നാണ്. ഈ ജ്ഞാനം സമ്പത്തിനേക്കാൾ വിലയേറിയതും ജീവിതത്തിൽ മൂല്യം പ്രദാനം ചെയ്യുന്നതുമാണ്. അതിനാൽ നീതിമാന്റെ ജീവിതത്തിൽ എപ്രകാരം ദൈവിക ജ്ഞാനം സാധ്യമാക്കാം എന്ന് ചിന്തിക്കാം. ഒന്നാമതായി, നീതിമാന്റെ തിരഞ്ഞെടുപ്പുകൾ. 2 തരം വ്യക്തികളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. 1 ജ്ഞാനിയായവൾ, 2 ഭോഷത്വമായവൾ. ഈ 2 കൂട്ടരും 2 ഭാഗത്തേക്ക് ജനത്തെ ക്ഷണിക്കുന്നു. എന്നാൽ ജ്ഞാനം ജീവന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതാണ്. അതുപോലെ ഭോഷത്വം ക്ഷണിക്കുന്നത് പാപത്തിലേക്കും നാശത്തിലേക്കുമാകുന്നു. എന്നാൽ ജ്ഞാനത്തിനുള്ളത് ഉറച്ച അടിസ്ഥാനമാണ്. ഒരുക്കപ്പെട്ടിരിക്കുന്ന വിരുന്നിലേക്കാണ് ജ്ഞാനം ക്ഷണിക്കുന്നത്. എല്ലാവരെയും വലിപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ സ്വാഗതം ചെയ്യുന്ന മനോഭാവമാണ് ജ്ഞാനത്തിൻ്റേത്. ജ്ഞാനത്തിൻ്റെ വഴി നമുക്ക് ജീവനും വിവേകവും നൽകിത്തരുന്നു. ഇവ ജ്ഞാനത്തിൻ്റെ പ്രത്യേകതകളാണെങ്കിൽ, ഭോഷത്വം ചെയ്യുന്നത് എളുപ്പ വഴികളും രഹസ്യ സുഖവും വാഗ്ദാനം ചെയ്യുന്നു. പാപത്തെ വളരെ ആകർഷകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതിൻ്റെ അവസാനമോ നാശത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. ആദ്യം ആകർഷകമായി തോന്നാമെങ്കിലും ആത്മീയ മരണമാണ് നമുക്ക് സംഭവിക്കുന്നത്. അതിനാൽ നാം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? നമ്മോട് തന്നെ ചോദിക്കാം. 2 നീതിമാന്റെ സമ്പത്ത്. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നീതിമാന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ദൈവിക അനുഗ്രഹമാണ് നീതിമാന്റെ സമ്പത്ത്. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലത് നാം തിരുത്തേണ്ടത് ആവശ്യമാണ്. സത്യസന്ധതയോടെ ജീവിച്ചാൽ അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. എന്നാൽ മടിയോടെയും അലസതയോടെയുമുള്ള ജീവിതം നമ്മെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. കൂടാതെ തൻ്റെ നാവിനെ നിയന്ത്രിക്കുന്നവൻ ജ്ഞാനിയായി തീരുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ പഠനത്തിലും ജോലിയിലും ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ പോലും വിശ്വസ്തരായിരിക്കുക. നമ്മുടെ വാക്കുകളിൽ ശ്രദ്ധ പാലിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്യന്തികമായ സമ്പത്ത് ദൈവമാണ് എന്ന് ഉറപ്പിച്ചാൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ പെട്ടെന്ന് സാധ്യമാകും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെയാണോ ഞാൻ നടക്കുവാൻ താല്പര്യപ്പെടുന്നത്? നമ്മോട് തന്നെ ചോദിക്കാം. അതോ ലോകത്തിൻ്റെ വഴിയാണോ? ശരിയായ തിരഞ്ഞെടുപ്പുകളിലൂടെ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ക്രിസ്തുവാകുന്ന ജ്ഞാനത്തിലൂടെ അവിടുത്തെ പിൻപറ്റുന്നവരായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും അടിയങ്ങളെ സഹായിക്കണമേ. ആമേൻ.